നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളുവിന്റെ സന്തോഷം തന്നെയാ എന്റെ മോൾക്കും വലുത്, അല്ലേടി മോളെ? മഹേട്ട മാളുവിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കോ, നമുക്ക് കല്യാണം കഴിഞ്ഞായാലും പോകാമല്ലോ. നിന്റെ ഒരാഗ്രഹവും നടക്കില്ല ശ്രേയെ, ഞാൻ നടത്തിക്കില്ല. എന്റെ മാളുവിന്റെ സന്തോഷങ്ങൾക്ക് കരടായി നീ വന്ന അനുഭവിക്കും നീ. ഈ യാത്ര നമുക്ക് മുടക്കണം മോളെ. എങ്ങനെ? അമ്മ കേട്ടതല്ലേ മഹേട്ടൻ പറഞ്ഞത്? നമ്മൾ ഇനി എതിർക്കാൻ നോക്കിയാ മഹേട്ടൻ ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് തന്നെ പിന്മാറും. അതെനിക്കറിയാം. അതിനാ ബുദ്ധി പ്രയോഗിക്കണമെന്ന് പറഞ്ഞേ. ഒരു കാരണവശാലും ആ വേലക്കാരിയുടെയും കുട്ടിപ്പിശാചിന്റെ ആഗ്രഹം നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നാ അത് നമ്മുടെ തോൽവിയാ. എനിക്കെന്താ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവരെല്ലാരും റെഡിയായി കഴിഞ്ഞു. ഇനി ഈ അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്യും? നേരായ വഴിക്കൊന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്താ വേണ്ടത് അമ്മ പറഞ്ഞാൽ മാത്രം മതി. ആ, നീ ഒരു കാര്യം ചെയ്യ, ഒന്ന് ബോധം കെട്ടി വീഴ്. ബാക്കി അമ്മ നോക്കിക്കോളാം. ബോധം കെട്ടി വീഴാനോ? അതെ, വെറുതെ തലകറങ്ങി വീഴുന്ന പോലെ അഭിനയിച്ചാ മതി. അതൊക്കെ പ്രശ്നമാവില്ലേ അമ്മേ? എന്ത് പ്രശ്നം? നീ ചുമ്മാ വീണ മാത്രം മതി. പിന്നെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. ആ വേലക്കാരി മഹിയുടെ ഒപ്പം ഞെളിഞ്ഞു കേറിപ്പോന്നത് എനിക്കൊന്ന് കാണണം. അമ്മ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. ഈ യാത്ര ഒന്ന് മുടങ്ങി കണ്ടാ മാത്രം മതി. അയ്യോ, രക്ഷിക്കണേ! ആരെങ്കിലും ഓടി വരണേ! ഹൈമാവതി ഇല്ലേ അത്? എന്ത് പറ്റിയതാ ദൈവമേ? എന്താ പറ്റിയ? അറിയില്ല മഹി, വാ നോക്കാം. കിടന്നോ കിടന്നോ, ഇപ്പൊ വരും. അയ്യോ, എന്റെ മോള് ശ്രേയ! അയ്യോ, എന്റെ മോള് ശ്രേയ! അയ്യോ, നാത്തൂനെ നോക്ക്, നാത്തൂനെ, എന്റെ മോള്! അയ്യോ, എന്താ ഹൈമാവതി, എന്താ പറ്റിയത്? അറിയില്ല നാത്തൂനെ, എന്നോട് സംസാരിച്ചോണ്ട് നിന്നതാ. പെട്ടെന്ന് ബോധം കെട്ട് വീണു. വേഗം എടുത്ത് കട്ടിൽ കിടത്തു മോളെ. പിടിക്ക്. ഇവിടെ കിടത്തി എങ്ങനെയാ മഹി? വേഗം എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ മഹി. എന്താ മഹി നോക്കി നിക്കുന്നേ? എന്റെ മോളെ രക്ഷിക്ക്. ആന്റി ഇങ്ങനെ പേടിക്കാതെ, ശ്രേയയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. ഇതവള് മരുന്ന് കഴിക്കുന്നതല്ലേ, അതിന്റെ ക്ഷീണം കൊണ്ടാവും. കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. നിങ്ങൾക്ക് അങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുമോ? പെറ്റ വയറിനല്ലേ നോവറിയൂ. മഹി പോണ്ട. മഹി പോയാ ആരാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? മാളു അങ്ങനെ പറയല്ലേ, നമുക്ക് എപ്പോ വേണേലും പോവാലോ. ശ്രേയയ്ക്ക് വയ്യാതെ കിടക്കുമ്പോ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അത് സാരമില്ല, ശ്രേയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. മഹി യാത്ര മുടക്കണ്ട. അത് വേണ്ട. ശ്രേയയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് മഹിയ. മഹി തന്നെ വേണം ശ്രേയെ കൊണ്ടുപോവാൻ. അയ്യോ ശ്രേയ മോളെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയ? എന്താ മഹി, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലമ്മേ, ഞാൻ കൊണ്ടുപോവാം. എങ്കി വേഗം ഇറങ്ങാൻ നോക്ക്. ഞാനെന്നാ കാറിന്റെ കീ എടുത്തുകൊണ്ട് വരാമേ. മോളെ, ഇനി എല്ലാവരും കൂടി ഇവിടെ കൂടി നിൽക്കണ്ട. ശ്രേയയ്ക്ക് കുറച്ച് കാറ്റ് കിട്ടട്ടെ. വാ, വന്നേ. എന്റെ മോള്. വാ മാളു. ഇത് നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിന്റെ സന്തോഷം കളയാനല്ലേ നീയും നിന്റെ അമ്മയും ശ്രമിക്കുന്നത്. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. ഈ മോതിരം നിന്റെ കയ്യിലുള്ളിടത്തോളം
എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ബലത്തിലല്ലേ നിന്റെ ഈ അഹങ്കാരം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി നീ ഇവിടെ കിടക്ക്. നിന്റെ രൂപത്തിലുള്ള എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദേ ശ്രേയ വരുന്നു. ഇവിടെ എന്താ കാണിക്കുന്നേ? എല്ലാം കുളമാക്കുമല്ലോ. നിനക്ക് സുഖായി ശ്രേയ? ആ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മഹിയേട്ട. ക്ഷീണമൊന്നുമില്ലല്ലോ മോളെ? ഒരു കുഴപ്പമില്ല ആന്റി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് മരുന്നിന്റെ വല്ല സെഡേഷനും ആയിരിക്കും. അതൊന്നല്ല, ഇത് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? മഹിയേട്ടാ, നിങ്ങൾ തറവാട്ടിൽ പോകാൻ തയ്യാറായതല്ലേ? പോയിട്ട് വാ. ഈ സേജിക്ക് എന്താ പറ്റിയത്? വീഴ്ചയിൽ തല വല്ല സ്ഥലത്ത് മുട്ടിയോ? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേ. നിങ്ങളോട് പൊക്കോളാൻ ശ്രേയ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി യാത്ര മുടക്കണ്ട. അതെ, അവര് പോയിട്ട് വരട്ടെ. മാളു, നമുക്ക് പോവാം. മഹി ഭാഗ്യങ്ങ നമുക്ക് പോവാം. വാ. ഫ്രണ്ട് ഇരുന്നാ മതി. വേണ്ട മാളു, ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട. അയ്യോ വേണ്ട, വേണ്ട മാളു. അങ്ങോട്ട് കേറി. ഈ മാളു ഇവക്ക് എന്താ ഭ്രാന്തായോ? അതോ മഹിയുടെ മുന്നിൽ ആളാവാനുള്ള അഭിനയോ? അതിന് എന്നെ എന്തിനാ ഫൂളാക്കിയേ? ഇവക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.